ശ്രീ രാജു പി നായർ, നിങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. കാരണം ഇത് ഉപതെരഞ്ഞെടുപ്പ് ദിവസം, നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം ജാവ്ദേക്കർ കൂടിക്കാഴ്ച പറഞ്ഞതുപോലെ ഇപിക്ക് പറ്റിയൊരു അബദ്ധമായി നിങ്ങൾ വിലയിരുത്തുന്നു. പക്ഷേ ഇപി അത് നിഷേധിക്കുന്നു. ഇപ്പോൾ വക്കീൽ നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ DC ബുക്സ് ചെയ്തതിനെ കുറിച്ച് ഇപ്പോൾ ശ്രീ NP ചെക്കുട്ടി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? അതിനപ്പുറം ഇതിലെ രാഷ്ട്രീയം മാത്രമാണോ നിങ്ങൾ കാണുന്നത്? ഞങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ഇതിനെ ലോജിക്കലായിട്ട് കാണാൻ ശ്രമിക്കുകയാണ്. ഒന്ന് നോക്കൂ, ഈ DC ബുക്സിന് വലിയ വിശ്വാസ്യതയുള്ളൊരു പ്രസാധക സ്ഥാപനമാണ് DC ബുക്സ്. ആ DC ബുക്സ് EP ജയരാജനെ പോലെ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ എഴുതുമ്പോൾ, ആ ആത്മകഥ അതിന് പ്രോപ്പറായിട്ടുള്ള ലീഗൽ സൈഡ് നോക്കാതെ ആ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആ സാമാന്യ ബുദ്ധിയെ ഒരു ഉറപ്പ് നൽകുന്ന രീതിയിലാണ് DC ബുക്സ് അതിനൊരു വ്യക്തത വരുത്തിക്കൊണ്ടുവന്നിട്ടേക്കുന്നത്. അതിപ്പോൾ തൽക്കാലം നീട്ടിവെക്കുന്നു എന്ന് പറഞ്ഞത്. ആ നീട്ടിവെക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ കണ്ടന്റിൽ ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ച് DC ബുക്സ് നിഷേധിക്കുന്നില്ല. പറഞ്ഞത് എഴുതിയത് എന്താണെന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എഴുതിയ കണ്ടന്റ്, പുറത്തു വന്ന കണ്ടന്റ് DC ബുക്സ് നിഷേധിച്ചിട്ടില്ല. DC ബുക്സ് താൽക്കാലികത മാറ്റിവെച്ചതിനെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം. DC ബുക്സൊക്കെ എന്തൊക്കെയാണെങ്കിലും ഒരു വ്യാപാര സ്ഥാപനം തന്നെയാണല്ലോ. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടും തിരിച്ചടി ഉണ്ടാകുമ്പോൾ അവർക്ക് അത് മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ EP ജയരാജൻ പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് EP ജയരാജൻ പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നത്? ഇന്നലെ രാത്രി 9 മണിക്ക് DC ബുക്സ് അവരുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാ പേജിലും ഇതിൻ്റെ കവർ പേജ് പങ്കുവെച്ചുകൊണ്ട് ഇത് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളത് ഇന്നലെ രാത്രി 9 മണിക്ക് EP ജയരാജനെ ടാഗ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടല്ലോ. ഇന്ന് രാവിലെ 7:30 മണി വരെ EP ജയരാജൻ ഇത് അറിഞ്ഞില്ലേ? തൻ്റെ സോഷ്യൽ മീഡിയ പോലും ടാഗ് ചെയ്ത് DC ബുക്സ് തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നുള്ളത് EP ജയരാജൻ അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? സ്മൃതി, കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പായിട്ട് നോക്കൂ, EP ജയരാജൻ VS അച്യുതാനന്ദൻ്റെ ശിഷ്യനായി മാറിയിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഒരാളെ ദേഷ്യത്തോട് കണ്ടു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അയാളുടെ സ്വഭാവം നമുക്ക് കിട്ടുമെന്ന് പറയാം, നമ്മൾ ഒരാളോട് എപ്പോഴും എതിർത്ത് നിൽക്കുമ്പോൾ. അതേപോലെ VS അച്യുതാനന്ദൻ്റെ സ്വഭാവം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണോ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് ദിവസം VS അച്യുതാനന്ദൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത്, അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പോരാട്ടത്തിന് വേണ്ടി പ്രതിസന്ധിയിലാക്കിയത്, അതേപോലെ EP ജയരാജൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ തെരഞ്ഞെടുക്കുന്ന ദിവസം തെരഞ്ഞെടുപ്പ് ദിവസമാണ്. അതുകൊണ്ടാണല്ലോ ഈ പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടതിനെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വന്നിട്ട് വോട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് ഞാൻ കണ്ടു എന്ന് പറയുന്നത് അണികളിൽ എത്രമാത്രം ആശയക്കുഴപ്പം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കാത്തൊരു നേതാവല്ലല്ലോ EP ജയരാജൻ. അദ്ദേഹം പലപ്പോഴും ഈ പറയുന്ന മാതിരി ചില നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന പ്രസ്താവനകളൊക്കെ നടത്തിക്കൊണ്ട് അങ്ങനത്തെ ഒരു ഇമേജൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. മനസ്സുകൊണ്ട് വലിയ ഒരു കുഴപ്പക്കാരനല്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായ പ്ലാൻ ആ തെരഞ്ഞെടുപ്പിൽ എക്സിക്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം CPM-ന് ഏറ്റവും നിർണായകമായിട്ടുള്ള സമയത്ത് ഇത്തരത്തിലൊരു സംഭവം വന്നത് യാദൃശ്ചികമല്ല. അത് കൃത്യമായിട്ട് EP ജയരാജൻ്റെ പ്ലാനാണ്. ഇന്ന് രാവിലെ ഈ ചർച്ച ഉണ്ടാക്കുക എന്നുള്ളത് EP ജയരാജൻ്റെ പ്ലാനാണ്. നോക്കൂ, അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞു. CPM കേന്ദ്രങ്ങളിലകത്ത് മുഴുവൻ ആശങ്കയും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടായിക്കഴിഞ്ഞു. പാലക്കാട് ഏറ്റവും വലിയ ഒരു പോരാട്ടം നടക്കുന്നിടത്ത് ആ സ്ഥാനാർത്ഥിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 7 ദിവസം ആ പാലക്കാടിലെ സ്ഥാനാർത്ഥിയെ കൂടി ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നെ പറയുന്ന കാര്യം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലേ? നമ്മൾ വൈദേഹം റിസോർട്ടിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം എന്താ പറഞ്ഞത്? ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞാൻ എന്താ പ്രതിപക്ഷ നേതാവിന് വേണമെങ്കിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ എഴുതിത്തരാമെന്ന് പറഞ്ഞു. അവസാനം എന്തു പറഞ്ഞു? എൻ്റെ ഭാര്യയ്ക്ക് അതിനകത്ത് ഷെയറുണ്ട്, ഞാൻ ഭാര്യയും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാര്യയും ഒരുമിച്ചാണ് ബിസിനസ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ആദ്യം പച്ചക്കള്ളം എന്നല്ലേ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ വന്ന് സമ്മതിക്കേണ്ടി വന്നില്ലേ? CPM-ന്റെ ശൈലി കുറച്ച് നാളത്തല്ലേ ADGP അജിത് കുമാറും RSSന്റെ നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു? പ്രതിപക്ഷ നേതാവിനെ അല്ലേ ആക്ഷേപിച്ച മുഴുവൻ? അവസാനം വന്ന് പറയേണ്ടി വന്നില്ലേ? കണ്ടു എന്നുള്ളത് പറയേണ്ടി വന്നില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ CPM ഇന്ന് ഭാവനാ സൃഷ്ടികൾ കൊണ്ട് ജനങ്ങളുടെ ഒരു മിനിമം എന്താ പറയുക കോമൺ സെൻസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് വന്നിരിക്കുന്നത് EP ജയരാജൻ്റെ ലക്ഷ്യമാണ്.
താൻ അകത്ത് നിന്ന് CPM തകർത്ത് കളയും എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു ചാവേറായിട്ട് EP ജയരാജൻ മാറിയിരിക്കുന്നത്. അല്ലാണ്ട് EP ജയരാജൻ ഒരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്തതൊന്നും നമ്മൾ വിചാരിക്കുന്നത്. കച്ചവടമൊക്കെ അദ്ദേഹത്തിന് വലിയ കാര്യമാണ്. അദ്ദേഹം കച്ചവടമൊക്കെ നടത്തും. ചിലപ്പോൾ ഇൻഡിഗോയൊക്കെ അദ്ദേഹം ഭീഷണിപ്പെടുത്തും, ചിലപ്പോൾ അത് പിന്നീട് തിരുത്തും. ഇതൊക്കെ സമയാസമയങ്ങളിൽ എപ്പോൾ പ്രശ്നം ഉണ്ടാക്കണം, എപ്പോൾ തിരുത്തണം, അത് കഴിയുമ്പോൾ എപ്പോൾ ആ പ്രശ്നം പിന്നെയും വർദ്ധിപ്പിക്കണം എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന. പക്ഷേ ശ്രീ NP ചെക്കുട്ടി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഈ വിവാദം അവസാനിപ്പിക്കാനുള്ള ഏക വഴി എന്നുള്ളത് ആ കോൺട്രാക്ട് ഒന്ന് പുറത്തു വിടുക എന്നുള്ളതാണ്. അതെന്താണ് DC ബുക്സ് ചെയ്യാത്തത്? അപ്പോൾ അങ്ങനെ ഒരു കരാറില്ലേ? അല്ല, അത് DC ബുക്സിനെ സംബന്ധിച്ചിടത്തോളം DC ബുക്സും CPM നേതൃത്വവുമായിട്ട് ഇന്ന് രാവിലെ പ്രശ്നമുണ്ടാക്കിയതിനു ശേഷം ഉണ്ടാക്കിയിട്ടുള്ള എന്താണ് ധാരണ എന്നുള്ളതായിരിക്കും. എന്ത് ധാരണ ഉണ്ടാക്കിയതായിക്കോട്ടെ. സ്മൃതിക്ക് തോന്നുന്നുണ്ടോ കോപ്പിറൈറ്റ് വയലേഷൻ നടത്തിക്കൊണ്ട് ആ DC ബുക്സിനെതിരെ വലിയ നിയമ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തിൽ അത്രമാത്രം അലക്ഷ്യമായിട്ട് DC ബുക്സ് കൈകാര്യം ചെയ്യുമെന്ന് സ്മൃതി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ല നമസ്കാരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. DC ബുക്സിനെ സംബന്ധിച്ചോളം വലിയ. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സ്മൃതി, ഈ പാർട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ലാത്ത കണ്ടന്റാണ് EP ജയരാജന്റെ ആത്മകഥയിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ചിന്ത പബ്ലിക്കേഷൻസിന്റെ പ്രസാധകരായി മാറുന്നില്ല? EMSന്റെ മുതലും ഇങ്ങോട്ടേക്കുള്ള ഏറ്റവും വലിയ നേതാക്കന്മാരുടെ കൃതികൾക്കും ആത്മകഥകൾക്കും എല്ലാം ചിന്ത പബ്ലിക്കേഷൻ ആയിരുന്നില്ല പ്രസാധകർ. അല്ല, ഒന്നാമത്തെ കാര്യം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഘട്ടത്തിൽ ഞാൻ ഇനി സജീവ രാഷ്ട്രീയത്തിനില്ല എന്നും താൻ പുസ്തകം എഴുതാൻ പോകുന്നു, പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ എഴുതാൻ പോകുന്നു എന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ എഴുതുമ്പോൾ ചിന്താ പബ്ലിക്കേഷൻസിലൂടെ അല്ലല്ലോ അത് പറയാൻ ഉദ്ദേശിക്കുക. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതെ, ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ. അപ്പൊ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ CPM വിടുന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ചിന്താ പബ്ലിക്കേഷൻ CPM-കാരുടെ മാത്രമല്ലല്ലോ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ചെങ്കൊടിത്തണലിൽ നിൽക്കുമെന്ന് തന്നെയാണ് ഒരു അധ്യായത്തിലുള്ളത് കേട്ടോ. കണ്ടന്റ് ആ പുസ്തകത്തിനകത്തുണ്ട്. അതെ, ആ ചിന്താ പബ്ലിക്കേഷൻസ് സെൻസർ ചെയ്യാൻ കഴിയുന്ന അധ്യായങ്ങൾ, ആ കണ്ടന്റ് ആ പുസ്തകത്തിനകത്തുണ്ട്. അല്ലെ, അതുകൊണ്ടാണ് DC ബുക്സിനെ മാതൃഭൂമിയെ സഹകരിക്കുക. ഇപ്പൊ മാതൃഭൂമിയുടെ നമുക്കറിയില്ല. DC ബുക്സിനെ സംബന്ധിച്ചോളം DC ബുക്സിന്റെ ആദ്യത്തെ പോസ്റ്റ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വന്ന പോസ്റ്റ് EP ജയരാജനെ അറിയിച്ചുകൊണ്ട് കണ്ടുള്ളത് തന്നെയാണ്. മണിക്കൂറുകളോളം EP ജയരാജൻ അതിനകത്ത് ഒന്നും ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം, വന്ന ക്ലാരിഫിക്കേഷൻ, ആ ക്ലാരിഫിക്കേഷനും പുറത്തു വന്ന കണ്ടന്റ്, ആ കണ്ടന്റ് നിഷേധിക്കുന്നതല്ല. അതിനുശേഷം ഏകദേശം 179 പേജുള്ള കണ്ടന്റ് നമുക്ക് എല്ലാവരുടെയും ഫോണുകളിൽ കിട്ടി. അതിനകത്ത് ഇതെല്ലാം വന്നിട്ടുണ്ട്. ഈ സമയത്ത് P സരിനെ ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ഈ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.